الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأحدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അവൻ കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ മസ്ജിദുൽ ഹറാമിനെ പരിചയപ്പെടുത്തുന്നത് മസാബത്തൽ ലിന്നാസി വ അംന എന്നാണ്. ജനങ്ങൾക്ക് അഭയവും നിർഭയത്വവും സുരക്ഷിതത്വമുള്ള ഗേഹം എന്നാണ് കഅബയെയും മസ്ജിദുൽ ഹറാമിനെയും അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ ലോകത്തെ മുസ്ലിങ്ങളെല്ലാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗേഹത്തിൽ സമ്മേളിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ മസ്ജിദുൽ ഹറാമിലാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കായി സമ്മേളിക്കുന്നത്. ഇപ്പം ഈ ഭവനം ലോകത്തിനും ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും നൽകുന്ന സന്ദേശം എന്താണ്? ഇസ്ലാം എന്താണോ ലോകത്തിന് നൽകുന്ന സന്ദേശം, തൗഹീദ് എന്താണോ ലോകത്തിന് നൽകുന്ന മെസ്സേജ്, അതുതന്നെയാണ്
ഈ വിശുദ്ധ ഗേഹവും ലോകത്തിന് നൽകുന്നത്. ഒന്നാമതായി അത് നിർഭയത്വം, സുരക്ഷിതത്വം, സമാധാനം നൽകുന്നു. സെക്യൂരിറ്റി നൽകുന്നു, സമാധാനം നൽകുന്നു. ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ഗേഹം പുനർനിർമ്മിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അള്ളാഹുവേ, ഈ നാടിനെ നീ നിർഭയമായ നാടാക്കണേ എന്നാണ്. ഒരു രാജ്യം, ഒരു പ്രദേശം, ഒരു നാട്, അതെങ്ങനെയാണ് ഏറ്റവും നല്ല രാജ്യവും ഏറ്റവും നല്ല നാടുമായി വിലയിരുത്തുന്നതെന്ന് ചോദിച്ചാൽ അതിലെത്ര നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ട് എന്ന് പരിശോധിച്ചിട്ടാണ്. ആ നാട്ടിൽ സൗകര്യങ്ങളുണ്ടോ, വികസനങ്ങളുണ്ടോ എന്നതല്ല നല്ല നാട് എന്നതിൻ്റെ അർത്ഥം ആ നാട്ടിൽ എത്ര സുരക്ഷിതത്വമുണ്ട് എന്നതാണ്, അമ്ന് ഉണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വിശുദ്ധ ഗേഹം പുനർനിർമ്മിച്ചതിന് ശേഷം നടത്തിയ പ്രാർത്ഥനയിൽ ഒന്നാമത്തത് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമീന, നിർഭയമുള്ള നാടാക്കണേ എന്നതാണ് പ്രാർത്ഥിച്ചത്. അപ്പം നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വവും ലോകത്തിന് നൽകുന്നു എന്നതാണ് വിശുദ്ധ ഗേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവിടെ മൃഗങ്ങളെ വേട്ടയാടരുത്, മരങ്ങൾ മുറിക്കരുത്, പക്ഷികളെ കൊല്ലരുത്, നിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കാത്ത ഏത് പ്രാണികളെയും നിങ്ങൾ വധിക്കരുത്. അപ്പം മരങ്ങളും ജന്തുക്കളും എല്ലാവരും നിർഭയരാവുക എന്നതാണ് ഇതിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത്. അപ്പം നിർഭയത്വമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് 6 മണിക്കൂറിൽ ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാകുന്നു എന്നാണ് കണക്ക്. റേപ്പ് ചെയ്യപ്പെടും 6 മണിക്കൂർ, ഓരോ 6 മണിക്കൂർ. അപ്പം സ്ത്രീകൾ സുരക്ഷിതമല്ല എങ്കിൽ ആ നാട് സുരക്ഷിതത്വം ഉള്ള നാടല്ല, നിർഭയത്വമുള്ള നാടല്ല. ഇപ്പൊ സുരക്ഷിതത്വത്തിന്റെ അടയാളം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, മഹാനായ അദി ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന പ്രവാചക ശിഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദി, ഒരു കാലം വരും, അന്ന് മദീനയിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത കാലമായിരിക്കും. രണ്ടാമത്, ഹീറയിൽ നിന്നൊരു പെൺകുട്ടി ഒറ്റക്ക് വന്ന് കഅബയിൽ തവാഫ് ചെയ്തു പോകുന്ന കാലം വരും. ഹീറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനിൽ, പേർഷ്യയിലുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഒരു പെൺകുട്ടി ഒറ്റക്ക് കഅബയിൽ വന്ന് തവാഫ് ചെയ്തു പോകുന്ന കാലം എന്നതാണ് നിർഭയത്വത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് തനിക്കേറ്റ പീഡനങ്ങളുടെ കഥ വിവരിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഖബ്ബാബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ആശയവും ആദർശവും നെഞ്ചേറ്റി അതിനെ പ്രബോധനം ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ഇതിലും വലിയ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. ചില ആളുകളെ കുഴിയിൽ ഇറക്കി നിർത്തി ഈർച്ചവാള് കൊണ്ട് അവരെ നെടുക പിളർത്തിയിട്ടുണ്ട്. ചില ആളുകളെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവും വേർതിരിച്ചിട്ടുണ്ട്. ഖബ്ബാബ്, നിങ്ങൾ ധൃതി കാണിക്കരുത്. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം. നിർഭയത്വം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയും. സച്ചാർ കമ്മീഷൻ പറയുന്നത്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വെല്ലുവിളി സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല എന്നതാണ്, സാമൂഹ്യ സുരക്ഷിതത്വമില്ല എന്നാണ്. തൊപ്പിയിട്ട് അല്ലെങ്കിൽ താടി വെച്ച് ഒരു സ്ട്രീറ്റിലൂടെ നടക്കാൻ ഒരു മുസ്ലിം ഭയപ്പെടുന്നു എന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതിപ്പോൾ അത് ഭീകരമാണ്. മോബ് ലിഞ്ചിങ് നമുക്കറിയാം, ബുൾഡോസർ രാജ് നമുക്കറിയാം. ഇതൊക്കെ നിർഭയത്വത്തെ. അപ്പൊ നമുക്ക് എയർപോർട്ടുകൾ വലുതാണ്, റെയിൽവേ സ്റ്റേഷനുകൾ വികസിച്ചു, അല്ലെങ്കിൽ റോഡുകൾ നന്നായി എന്നതല്ല നാടിന്റെ നല്ല നാട് എന്നതിന്റെ അടിസ്ഥാനം. നല്ല നാട് എന്നതിന്റെ അടിസ്ഥാനം ബലദൻ ആമിനൻ, നിർഭയത്വമുള്ള നാടാണ്. അപ്പൊ നിർഭയത്വമുള്ള നാടിനെ വേണ്ടി പ്രയത്നിക്കൽ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേഹം ഈ മെസ്സേജാണ് ലോകത്തിന് നൽകുന്നത്. നിർഭയത്വത്തിന്റെ കേന്ദ്രം എന്നതാണ് കഅബയുടെ മസ്ജിദുൽ ഹറാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഐക്യത്തിന്റെ പ്രതീകമാണ്. ലോകത്തെല്ലാ മുസ്ലിങ്ങളും എവിടെയായാലും അവർ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന അവരുടെ കിബില, അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമാണ്, കഅബയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് കഅബ, യൂണിറ്റിയുടെ പ്രതീകമാണ് കഅബ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അവിടെ എത്തുന്ന എല്ലാ മനുഷ്യരും ചൊല്ലുന്നത് ഒരേ വാക്യമാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഈ വാക്യം ചൊല്ലാതെ ഒരാളും അങ്ങോട്ട് വരുന്നില്ല. എല്ലാവരും അവിടെ എത്തുന്നത് ഈ വാചകം ഉരുവിട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എന്ന വീക്ഷണത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഗേഹമാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. ഇതൊരു ഉമ്മയാണ്, ഒരു മുസ്ലിം സമൂഹമാണ്, ഒരാദർശവും ലക്ഷ്യമുള്ള ഒരു സമുദായമാണ് എന്ന് അടയാളപ്പെടുത്തുന്ന കേന്ദ്രം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കഅബ എന്ന് പറയുന്നത്. അപ്പൊ കഅബ മുസ്ലിം ഉമ്മത്തിന്റെ യൂണിറ്റിയുടെ, ഐക്യത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ ഉമ്മത്ത് ലോകത്ത് പ്രതിനിധീകരിക്കേണ്ടത്, ലോകത്ത് പ്രബോധനം ചെയ്യേണ്ടത് ഉമ്മത്തിന്റെ ഐക്യം തന്നെയാണ്. പരസ്പരം വിഘടിക്കാതെ, ശത്രുക്കളാവാതെ, പരസ്പരം തെറി വിളിക്കാതെ, പരസ്പരം ആക്ഷേപിക്കാതെ, പരിഹസിക്കാതെ, ബഹിഷ്കരണങ്ങൾ നടത്താതെ ഇതൊരു ഉമ്മത്താണ് എന്ന കോൺസെപ്റ്റിൽ ജീവിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതുപോലെ തന്നെ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതില്ലാതെ ഒരു കാലത്തും ഈ ഉമ്മത്ത് നിലനിന്നിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവര് വലിയ ഐക്യത്തിന്റെ വാഹകരാവണം എന്നതാണ് ഹറം ലോകത്തിന് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയണം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ല കൂഫയിലെ ഒരു പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അന്ന് ഈ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫജറിൽ സലാത്തുൽ ഫജർ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ്. പക്ഷെ അന്ന് കുനൂത്ത് അദ്ദേഹം ഓതിയില്ല. കുനൂത്ത് ഇല്ലാതെയാണ് സുബഹി നമസ്കരിച്ചത്. അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ ഇമാം അബൂ ഹനീഫയുടെ ഖബറുണ്ട്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന് സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതൽ കറാഹത്താണ്, ഓതാൻ പാടില്ല. ആ ആദരസൂചകമായിട്ടാണ് ഞാൻ ഇന്നത്തെ സുബഹിയുടെ നമസ്കാരത്തിൽ കുനൂത്ത് ഒഴിവാക്കിയത് എന്നാണ് ഇമാം ഷാഫിഈ പറഞ്ഞത്. നമ്മളാണെങ്കിൽ ആ ഒരു വിഷയം തന്നെ മതി നമുക്ക് ഖണ്ഡനമണ്ഡനങ്ങൾ നടത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഐക്യത്തെ പ്രതിനിധീകരിക്കുക, ഐക്യത്തിന് കോട്ടം തട്ടുന്ന നിലപാടുകൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജാണ്. കഅബ അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, ഹറം അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. മൂന്നാമത്തെ ഇക്വാലിറ്റിയാണ്, സമത്വം ആണ്. കഅബയിലേക്ക് വരുന്ന ആളുകൾ എല്ലാവരുടെയും വേഷം ഒരേപോലെയാണ്, അവരുടെ ലക്ഷ്യം ഒന്നാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹു എന്നതാണ് അവരുടെ ലക്ഷ്യം. മൂന്നാമത്തത് അവരുടെ കർമ്മം ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അവിടെ കർമ്മം ചെയ്യുന്നത്. അവരുടെ സഅയ്, അവരുടെ തവാഫ്, അവരുടെ സ്വലാത്ത്, അവരുടെ ദിക്റുകൾ, അവരുടെ പ്രാർത്ഥനകളെല്ലാം ഒരുപോലെയാണ്. ഇപ്പൊ ലക്ഷ്യവും കർമ്മവും വേഷവും ഒരുപോലെയായ സമൂഹം അവരുടെ എന്ന് പറഞ്ഞാൽ കർമ്മം, ലക്ഷ്യം, അവരുടെ എല്ലാ ഇടപാടുകളിലും ഈക്വാലിറ്റി ഉണ്ട്. നാലാമത്തെ വിവേചനങ്ങളില്ല. കറുത്തവനുണ്ട്, അവിടെ വെളുത്തവനുണ്ട്, രാജാവുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരനായ മനുഷ്യരുണ്ട്. എല്ലാവരും ഒരേ വേഷം ധരിക്കണം. രാജാവാണെന്ന് കരുതിയിട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സ് ഒഴിവാക്കാൻ പറ്റില്ല, മിനയിൽ പോകാതിരിക്കാൻ പറ്റില്ല, തൽബിയത്ത് ചെല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ മനുഷ്യരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഅബയുടെ മുകളിൽ കയറ്റി ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് കേട്ട് മക്കയിലുള്ള വിശ്വാസികളായ സമൂഹം ഒന്നടങ്കം കരഞ്ഞു.
കാരണം അവർക്ക് വലിയൊരു ഓർമ്മയാണ് ബിലാലിന്റെ അല്ലാഹു അക്ബർ എന്ന ശബ്ദം. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു. ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികളുടെ കൂട്ടത്തിലെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ജുലൈബീബ് കറുത്ത ശരീരപ്രകൃതിയുള്ള, കുറിയ ശരീരപ്രകൃതിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തന്റെ ശരീരത്തിൽ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ കൂടിച്ചേരാൻ മടിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അദ്ദേഹത്തെ സദസ്സിൽ അടുത്തിരുത്തി, എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. വിവാഹം കഴിക്കാൻ സമയമായപ്പോൾ എനിക്ക് ആരാണ് ഒരു വധുവിനെ തരിക, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ജുലൈബീബ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഏറ്റവും പ്രതാപമുള്ള ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു യുദ്ധത്തിൽ രക്തസാക്ഷികൾ ആരൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ ജുലൈബീബിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അവിടത്തെ തല എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ മണ്ണ് പുരട്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവസാന നബി തിരുമേനി പറയാണ്, ഹുവ മിന്നി വ അന മിൻഹു, അദ്ദേഹം എന്നിൽപ്പെട്ടവനും ഞാൻ അദ്ദേഹത്തിൽപ്പെട്ടവനുമാകുന്നു എന്നാണ്. ഇതാണ് ഇക്വാലിറ്റി, സമത്വം. കഅബയും ഹറമും ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം യഥാർത്ഥത്തിൽ സമത്വത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദലിതരായതിന്റെ പേരിൽ, ആദിവാസികളായതിന്റെ പേരിൽ വിവേചനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, രോഹിത് വെമുല എന്ന് പറയുന്ന വേറൊരു സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചുകൊണ്ട് PhDക്ക് ജോയിൻ ചെയ്ത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്ത് എന്തിനാണ്? തങ്ങൾക്ക് അനുഭവപ്പെട്ട വിവേചനത്തിൽ മനം മടുത്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ബിലാലും മിന്നി വ അന മിന്നി ഹുവ മിന്നി വ അന മിൻഹു എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സമത്വത്തെ പ്രതിനിധീകരിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. മറ്റൊന്ന്, ആഗോള മാനവികതയുടെ കേഹമാണ് കഅബ എന്ന് പറയുന്നത്. അത് വിശ്വാസിയുടെ ആത്മീയ ഉന്നതിയും സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗേഹമാണ്. കാരണം അവിടെ വരുന്ന എല്ലാവരും ദുയൂഫുർ റഹ്മാനാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ്. അതിഥികളെ അള്ളാഹു ഏറ്റവും നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പരിശുദ്ധ കഅബ എന്ന് പറയുന്നത്. വമൻ ദഖലഹു കാന ആമീന, ആരെങ്കിലും അവിടെ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, വൽ യഅബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂ വ ആമനഹും മിൻ ഖൗഫ്. രണ്ട് കാര്യമാണല്ലോ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ദാരിദ്ര്യമാണ്, പോവർട്ടിയാണ്. അവന് ഭക്ഷണം വേണം, വിശപ്പകറ്റാനുള്ള സംവിധാനം വേണം. രണ്ടാമത്തെ നിർഭയത്വം വേണം. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ആമനഹും മിൻ ഖൗഫ് വഅതഅമഹും മിൻ ജൂ എന്നതാണ്. വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകി, അവന് അന്നം നൽകി, ഭയത്തിൽ നിന്ന് മോചനം നൽകി. ഭയവും വിശപ്പും ഇല്ലാതിരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഡിഗ്നിറ്റിയുടെ ഏറ്റവും വലിയ ആവശ്യം, അന്തസ്സിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യത്തിന്റെ പ്രതീകമാണ് പരിശുദ്ധ കഅബ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ അവിടെ എത്തിയ വിശ്വാസികൾക്ക് മാത്രമല്ല, ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിനെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ രാജ് എന്ന പ്രയോഗം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. തങ്ങളെ എതിർക്കുന്ന, വിയോജിക്കുന്ന ആളുകളെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുക. ആരാധനാലയങ്ങൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അവരുടെ ഭവനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഉന്മൂലനം ചെയ്യുക. മറ്റൊന്ന് മോബ് ലിഞ്ചിങ് ആണ്, ആളുകളെ തല്ലിക്കൊല്ലുക. അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ മോബ് ലിഞ്ചിങ് പോലെയുള്ള, ബുൾഡോസ് രാജ് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ വിവേചനങ്ങളുടെ പേരുകളിൽ പഠിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥികൾ ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ, വഇദ ഖാല ഇബ്രാഹിമു റബ്ബിജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമുണ്ടാവാൻ വേണ്ടിയുള്ള പ്രയത്നം വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടാവേണ്ടത്.
അതുകൊണ്ട് ലോകത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയമാണ് ഹറം എന്ന് പറയുന്നത്. ശരീരത്തിൽ ഹൃദയം എങ്ങനെയാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അത് രക്തചംക്രമണത്തിന്റെ ഒരു കേന്ദ്രമാണ്. യഥാർത്ഥം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നിർവഹിക്കുന്ന കേന്ദ്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആക്കുന്ന കേന്ദ്രമാണ് ഹറം എന്ന് പറയുന്നത്. മസാബത്തൽ ലിന്നാസ്, ഈ ഉമ്മത്തിന് അഭയകേന്ദ്രം നൽകുന്നത്, ഈ ഉമ്മത്തിന് നിർഭയത്വം നൽകുന്ന ഈ കേന്ദ്രത്തിന്റെ വക്താക്കളായി നിങ്ങൾ എവിടെ ജീവിച്ചാലും, ഏത് പ്രദേശത്ത് ജീവിച്ചാലും, ഏത് നാട്ടിൽ ജീവിച്ചാലും നിങ്ങൾ നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും പ്രചാരകരായി ജീവിക്കണം. നിർഭയത്വവും അതുപോലെ സമാധാനവും സുരക്ഷിതത്വവും ഏതെങ്കിലും നാട്ടിൽ തകർന്നാൽ അത് പുനഃസ്ഥാപിക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ജനതയ്ക്കു വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. നമസ്കാരത്തെ പോലെ, പരിശുദ്ധ റമദാനിലെ നോമ്പ് പോലെ, നമ്മുടെ ഹജ്ജ് കർമ്മം പോലെ, ഉംറ പോലെ നമുക്ക് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണ് നിർഭയത്വം നഷ്ടപ്പെട്ട ജനതയ്ക്ക് നിർഭയത്വം തിരിച്ചു നൽകുക എന്ന് പറയുന്ന പ്രവർത്തനം വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹു അതാണ് നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രവാചക തിരുമേനി അതിനുവേണ്ടിയാണ് പ്രയത്നിച്ചത്. നമ്മുടെ കേന്ദ്രമായ ഹറം ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനമുള്ള നാടിനു വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ പ്രയത്നിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പടച്ച റബ്ബ് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവണം.